ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മേനു തല്ലിയ സമയത്ത് വാക്കറിലിരുന്ന കുട്ടി അലറി. ഇവൻ അലറാൻ തുടങ്ങി എന്റെ സൗണ്ട് കേട്ടിട്ട്. മേനോനെ തല്ലുമ്പോ സൗണ്ട് കേട്ടൂടാ, നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സൗണ്ട് കേൾക്കും തോറും മേനോനെ തല്ലിക്കൊണ്ട് തന്നെ നിന്ന്. പെട്ടെന്ന് കുട്ടി അലറിയപ്പോ ഞാൻ എന്ത് ചെയ്തു, വേഗം കൊച്ചിനെയും പിടിച്ച് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ നീങ്ങി നിന്ന്. എനിക്ക് പേടിയായിപ്പോ, കാരണം കുട്ടിയുള്ളതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാണി ഓടി രക്ഷപ്പെടാം. പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് ഈ സഫയുടെ മെഹനുവിൻ്റെയും വിഷയത്തിൽ ഇന്നലെ സഫയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ആ ഇന്റർവ്യൂ പുറത്തു വന്നത്. എന്താണ് ഇവരുടെ ഇഷ്യൂ എന്ന് ഞാൻ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ ആരെയും വെറുപ്പിക്കുന്നില്ല. എന്തായാലും ഈ മെഹനു എന്ന് പറയുന്നവൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു ഇന്റർവ്യൂലോട്ടൊന്ന് പോവാം. എന്തായാലും ഒരുമിച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, നിങ്ങൾ തമ്മിൽ എന്താണ് കാരണം? ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്നെ തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് ഉപദ്രവകാരിയാണോ? ആണ്. കേട്ടല്ലോ, ഈ റിഫ മരിച്ച സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇവന്റെ ഒരു തനി സ്വഭാവം എന്താണ് എന്ന്. റിഫയ്ക്കും ഇതുപോലെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിക്കും. പക്ഷെ എനിക്ക് സഫയുടെ ചോദിക്കാനുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് താൻ എന്തിനിറങ്ങി തിരിച്ചു? ലോകത്ത് വേറെ ഒരു ചെറുക്കന്മാരും ഇല്ലേ? ഇവനെ പോലെയുള്ള ഒരുത്തൻ്റെയൊക്കെ പുറകെ ഇറങ്ങി തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? തീർന്നിട്ടില്ല, ഇനി ബാക്കി കൂടെ പറയുന്നത് കേട്ടോ. എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചാൽ 2 ആഴ്ച മുന്നേ എന്റെ കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. വാക്കറിൽ നടക്കുന്ന സമയത്ത് മാനിന്റെ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചപ്പോ മാനോട് സംസാരം തെറി ടൈപ്പ്. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാനു പറയും കുട്ടീനെ നല്ലത് പഠിപ്പിക്കണം, നല്ല വാക്കുകൾ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരാൾ തെറി പഠിപ്പിച്ച കുട്ടി അത് പഠിക്കൂലേ? ഒക്കെ നിങ്ങളുടെയൊക്കെ കയ്യിൽ മിസ്റ്റേക്കാ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സ്പോട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം. അല്ലാതെ അടിയും കിട്ടി അവൻ്റെ കൂടെ പിന്നെയും താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഭയങ്കര വിഡ്ഢിത്തരമാണ്. പിന്നെ അത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മുൻഗണനയുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരെ അവൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. പോരാത്തതിന് അവൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. കാരണം ഇപ്പൊ 8 മാസം ആകുമ്പോ ഇങ്ങനെ ടാറ്റൊക്കെ പറയുമ്പോ ടാറ്റൊക്കെ ആക്കുന്നുണ്ട്. ഇത് പഠിച്ചാൽ നമുക്ക് തന്നെ ആ ഒരു വാക്കുകൊണ്ട് മോശം ഉണ്ടാവാം. അപ്പൊ മാനു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ തെറി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മാനു കുട്ടിയുടെ മുന്നിൽ ഇങ്ങനത്തെ വിളിക്കല്ലേ, അത്രേ പറഞ്ഞോളൂ. അപ്പൊ അത് മാനു ഫോൺ ഹോൾഡ് ആക്കിയിട്ട് പറഞ്ഞു, നീ എന്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ നീ ആരാ എന്റെ അടുത്ത് പറയാൻ? നീ ഫ്രണ്ട്സിനെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് പറയാറുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഞാൻ തെറി യൂസ് ആക്കാറില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അപ്പം ചുട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഡാഷ് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അപ്പം ആയോ എന്ന് വെച്ച്, ഒരു തെറി വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ട, പോയി ഉമ്മാനെ വിളിച്ചാൽ മതി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്തിയപ്പോഴേക്കും മാനു എന്റെ വീട്ടുകാരെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ എന്റെ വാപ്ചിനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാപ്പാനെ പറയാൻ നിൽക്കണ്ട, എന്റെ വാപ്ചി ഉള്ളതുകൊണ്ട് പരി നിന്ന് പോണേന്ന് പറഞ്ഞു. കാരണം വാപ്ചി 2 ലക്ഷം കൊടുത്തിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തരം മാനസികമായിട്ടുള്ള അസുഖമാണ്. പെൺപിള്ളേരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, എന്നിട്ട് അവരെ ജീവിതത്തിലോട്ട് വിളിച്ചുകൊണ്ട് വരിക, പിന്നെ അവരെ എത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ തളർത്താൻ പറ്റുന്നോ അതിൻ്റെ എക്സ്ട്രീം ചെയ്യുക. ഇവനൊന്നും ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? ഈ ഒരു പെൺകുട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, റിഫയും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചതിന് ശേഷമാണ് റിഫയും ജീവൻ ഒടുക്കിയത്. എന്നിട്ടും ഇവനൊന്നും പഠിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലെ നിയമമൊക്കെ എന്തുവാടെ ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുവാണോ? മനസ്സിലാവുന്നില്ല. വണ്ടി എടുത്ത് തന്നിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വാപ്ചിയെ വണ്ടി എടുത്താൽ അല്ലെങ്കിൽ ഒരു വേറെ മാർഗ്ഗമില്ല നമുക്ക് ജീവിക്കാം. യൂട്യൂബ് കൊണ്ടൊന്നും ജീവിച്ചു പോകുന്ന എനിക്ക് തോന്നണില്ല. അപ്പൊ വാപ്ചിനെ ഉറപ്പ് ഞാൻ പറഞ്ഞു എന്റെ വാപ്ചിനെ പറയാൻ നിൽക്കണ്ട, വാപ്ചിയാണ് നമുക്ക് അരിക്കുള്ള സംഭവം ഉണ്ടാക്കി തന്നെ എന്റെ. അപ്പൊ മാനു പറഞ്ഞു എങ്കിൽ നീ ലോൺ അടച്ചോന്ന് പറഞ്ഞു. മന്ത്ലി ഒരു 14,000 ഉണ്ട് വണ്ടീന്റെ ലോൺ. ഇതുപോലെ എന്തെങ്കിലും കശപിശാകുമ്പോൾ ആ ലോണിന്റെ ഡേറ്റ് ആകുമ്പോൾ മാൻ എന്റെ തലയിലേക്ക് ഇടും. ഞാൻ എന്നിട്ട് എവിടെന്നെങ്കിലും റോളാക്കിയിട്ടാണ് ഞാൻ ഫണ്ട് ഇടുന്നത്. പ്രമോഷൻ എന്തെങ്കിലും പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ലോൺ അടക്കാറ്. ഈ ഒരു സമയം അങ്ങനെ പറഞ്ഞു നീ ലോൺ എന്താന്ന് വെച്ച് ചെയ്തു. എനിക്ക് വേറെ വഴിയില്ല. ഞാനപ്പോ പറഞ്ഞു ആയിക്കോട്ടെ എന്റെ താക്കോല് വണ്ടിയുടെ താക്കോലാന്ന് പറഞ്ഞു. വണ്ടിയുടെ താക്കോല് വാങ്ങിച്ച് ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മാനു തല്ലിയ സമയത്ത് വാക്കറിലിരുന്ന കുട്ടി അലറി. ഇവൻ അലറാൻ തുടങ്ങി എന്റെ സൗണ്ട് കേട്ടിട്ട്. മാനുവിനെ തല്ലുമ്പോ സൗണ്ട് കേട്ടൂടാ, നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അടിയും കെട്ടി മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവൻ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോയാണ്. അടിയും ഇടിയൊക്കെ നിങ്ങൾ സഹിക്കാതെ നിങ്ങൾക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നു. നിങ്ങളിതൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇപ്പം വരുന്ന പറഞ്ഞിട്ട് എന്തെങ്കിലും വലിയ പ്രയോജനം ഉണ്ടോ? അതും പോട്ടെ, ഇനി 1 വർഷത്തിന് മുന്നേ ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങാണ്ട് ഈ മെഹനുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയെന്ന്. എന്നിട്ട് പിന്നെ അത് ഭയങ്കര രീതിയിൽ വിവാദമായ സമയത്ത് ഇവർ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ പിന്നെ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഇത് സഹിച്ചും കേട്ടും ഒക്കെ കൂടെ നിൽക്കുവാണ്.
ഞാൻ അങ്ങനെ സൗണ്ട് കേൾക്കും തോറും മേനു എന്നെ തല്ലിക്കൊണ്ട് തന്നെ നിന്ന്. പെട്ടെന്ന് കുട്ടി അലറിയപ്പോ ഞാൻ എന്ത് ചെയ്തു, വേഗം കൊച്ചിനെയും പിടിച്ച് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ നീങ്ങി നിന്ന്. എനിക്ക് പേടിയായിപ്പോ, കാരണം കുട്ടികളുകൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് നമുക്ക് ഒറ്റക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പേടിയായി. മേലെ അപ്പോത്തിന് വാക്കർ എടുത്തെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്. അപ്പൊ എനിക്ക് ടെൻഷനായി, കൊച്ചിന്റെ മേത്തോണ്ട തീർന്ന്. അപ്പോഴേക്കും മേന വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്റെ ഈ ഒരു സൈഡിലിട്ട് ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക, ആണുങ്ങളുടെ നടക്കൂല മേനയുടെ പരിപാടി, ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ളിട്ട് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി കുത്തി കുത്തി. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും അനുഭവിച്ചിട്ടാണ് യവൻ്റെ കൂടെ നിന്നത്. ഇനി വേറെ കുറേ കോമഡിയൊക്കെ ഉണ്ട്. ഈ ഒരു പെൺകുട്ടി ഈ ഫസ്മിനെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഫസ്മിന അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മെഹന് വെറും പാവമാണ്, അവൻ തങ്കക്കുടമാണ്, അവൻ മറ്റേ ഈ ലോകം കണ്ട ഏറ്റവും വലിയ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇത്രയും അടിയും ഇടിയൊക്കെ സഹിച്ചിട്ട് തൊട്ടപ്പുറത്ത് ചെന്ന് അവൻ അടിപൊളിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആര് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവരുടെ എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു മനുഷ്യരെ ഇതിനകത്ത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വേറൊരു യൂണിവേഴ്സാണത്. എന്തായാലും ഫസ്മിനെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്കറിയത്തില്ലായിരുന്നു ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇവൾ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്, സഫ ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു മെഹനു ആണോന്ന്, ഈ സിറ്റുവേഷൻ കിടന്നു വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മെഹനു ആണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഉടനെ പറയുകയാണ് നോ എക്സോ. അപ്പൊ മെഹനു അല്ലെങ്കിൽ എക്സ് ആയിരിക്കുമല്ലോ. നോ, അതൊരു പാവാണ്. ആര്? മെഹനുവിനെ പറ്റിയാണ് ഇവള് പറയുന്നത്. ഇപ്പൊ ഇവള് കടോരമായി തെറി വിളിക്കുന്ന ഇവളുടെ ഭർത്താവ്, ഇവളെ ഉപദ്രവിച്ചു, ഇവളെ തല്ലി, ഇവളെ അതാക്കി ഇതാക്കി എന്ന് പറയുന്ന ഭർത്താവിനാണ് ഇവള് പറയുന്നത് അതൊരു പാവാണ്. പിന്നെ അവള് പറയുന്നു ഞാൻ മുന്നേ ഡിവോഴ്സ്ഡ് ആയതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഈ ലക്കിയാന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് അവള് പറഞ്ഞു മെഹനു പാവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ലക്കിയാണ്. ഓക്കെ, പിന്നീടാണ് നിങ്ങൾ കാണേണ്ടത്. മെഹന് നമുക്ക് ഇഷ്ടമുള്ളതിന് ഫുൾ സപ്പോർട്ട്, പാവാണ്. അയ്യോ ഫുൾ സപ്പോർട്ടാണ്. എന്ത് ചെയ്യാലും ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ഭാര്യ വേറെ ആളുടെ കൂടെ പോയത്. അത്രയും ഫ്രീഡം കൊടുത്തോണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. കേട്ടല്ലേ? അതായത് ഈ സഫ തന്നെയാണ് മെഹനാസിനെ പറ്റിയിട്ട് വാതോരാതെ വർണ്ണിക്കുന്നത്. അവൻ പാവമാണ്, പഞ്ചപാവമാണ്, അവനെ പോലൊരു നല്ലൊരുത്തനും ഇല്ല എന്ന്. ഇപ്പം ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിൽ ഇവർ ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരെ ഞാൻ അതുകൊണ്ട് ന്യായീകരിച്ച് ഞാൻ വീഡിയോ ചെയ്യത്തുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സഫ ആയിക്കോട്ടെ, ഈ പറയുന്ന മെഹനു ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും ഇതങ്ങ് യൂട്ടിലൈസ് ചെയ്യുവാണ്. എന്നിട്ട് അതൊക്കെ കണ്ട് വിശ്വസിക്കുന്ന പാവങ്ങളായിട്ടുള്ള കുറേ ആൾക്കാർ, അതായത് അന്ധത ബാധിച്ച കുറച്ച് ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ആരാധിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ എന്തിനാണ് ആരാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കി ഇന്റർവ്യൂവിൻ്റെ ഭാഗം കൂടെ ഒന്ന് കാണാം. അല്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ ആലുവ തന്നെയാണോ താമസം? അല്ല, നമ്മള് ഫസ്റ്റ് വാടക ഉണ്ടായി പടനക്കാട് തന്നെയാ? അല്ല, കാസർഗോഡ്. അവിടെ നിങ്ങൾ 3 പേരും മാത്രം താമസം? രണ്ടുപേര്. അപ്പൊ മെഹനുവിന്റെ ഫാമിലി കൂടെ ഇല്ല? ഇല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാനിട്ടത്. അത് കാതർകരിപ്പൊടി എല്ലാരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാണ് നോണ പറഞ്ഞത്. എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ മെഹനു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വി ആർ സെപ്പറേറ്റഡ് എന്നും പറഞ്ഞ്. പിന്നെ അതിനുശേഷം, അതായത് അത് ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമായതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണുള്ളത്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കള്ളമായിരുന്നു എന്നാണ് ഇപ്പം പറയുന്നത്. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇവർക്കൊന്നും ഒരു നിലപാടുമില്ല, പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നത് ഇവരാരും അത്ര നല്ല പിള്ളകളൊന്നും അല്ല. അന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാണ് നോണ പറഞ്ഞത് നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ? കാരണം വീട്ടിൽ വന്നിട്ട് മേനു സംസാരിച്ചിറങ്ങി പോയിട്ട് പറയാ ഞാൻ മരിക്കും, ഞാൻ ഇന്നത് കഴിക്കും, ഞാൻ ട്രെയിനിൽ മുന്നിൽ നിൽക്കും, എന്നിട്ട് നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയത്. ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ്. ഇവൻ ഈ അടുത്ത് ആരെയൊക്കെ വിളിച്ചിട്ട് ആത്മഹത്യ ഭീഷണിയൊക്കെ നടത്തിയെന്ന് എനിക്കിങ്ങനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുകയാണ്. കാര്യം ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുവാണ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഈ സഫ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇങ്ങനെ പുള്ളിക്കാരത്തി കൺവിൻസ് ചെയ്യുമായിരുന്നു. ഈവൻ റിഫയുടെ കേസ് ഉൾപ്പെടെ. അതായത് റിഫയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, റിഫ ചതിക്കുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു ഈ സഫയെ കൺവിൻസ് ചെയ്തത്. എന്നിട്ടിപ്പം അവസ്ഥ എന്തായി? കിട്ടിയല്ലേ? ആദ്യം കണ്ടത് എങ്ങനെയാണിത്? ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ ഈ ഏപ്രിലിൽ 2 വർഷം ആവണം മാരേജ് കഴിഞ്ഞിട്ട്. മെഹനുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതൊക്കെ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുമ്പ് മെഹൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റിഫ ആയിട്ടുള്ള എന്തെങ്കിലും?
അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൾക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമുക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞ തോന്നുന്നെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ചവരാ കേട്ടല്ലോ, അതായത് അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടിയെ അവൻ ലൈഫിലോട്ട് കൊണ്ടുവന്നത്. ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു ഈ റിഫ മെഹനു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമില്ലായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരൊക്കെ എന്തു പറയണ്ട, പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ ഇവരൊക്കെ? ആളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത്, നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. കേട്ടല്ലേ, റിഫയെ പറ്റിയിട്ട് വേണ്ടിയില്ലാത്ത കാര്യങ്ങളാണ് ഇവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കേട്ട പാതി കേൾക്കാതെ പാതി വന്നിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു പെൺകുട്ടിയും കൂടെ, അതായത് ആ മരിച്ചുപോയ ഒരു പെൺകുട്ടിയും കൂടെ വലിച്ചു കയറാനായിട്ടുള്ള ശ്രമമായിരുന്നു ഇവരെല്ലാവരും കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം ഇവരുടെയൊക്കെ ഒരു റിയൽ ക്യാരക്ടർ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ച് മേടിച്ച പണിയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇനി എത്ര കിടന്ന് വന്നിരുന്ന് കരഞ്ഞാലും. പിന്നെ കഴിഞ്ഞ ദിവസം തൊല്ല അവൻ എന്തോ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നുണ്ട്, ഈ മെഹനു എന്തോ അവൻ്റെ കൈ എങ്ങാണ്ട് കടിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ്. ഇവനൊന്നും നാണമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ നല്ല രീതിയിൽ അങ്ങ് അനുഭവിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു കോണ്ടന്റ് ആണ്, അല്ലാതെ ഇതൊന്നും ഒരു വലിയൊരു സീരിയസ് ആയിട്ട് ഒരു യൂട്യൂബേഴ്സും എടുത്ത് വെച്ചിട്ട് സംസാരിക്കത്തില്ല. കാര്യം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢികൾ. കാര്യം നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ നീയൊക്കെ വേണമെങ്കിൽ ഒരുമിച്ച് വന്നിരുന്ന് വീഡിയോ ചെയ്യും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞ്. ഇതിന്റെ ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആളെങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം, എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു. അയാള് കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന് ആരും പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിൽക്കണേ എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അപ്പൊ എനിക്ക് ഫണ്ടിന് പെട്ടെന്നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറയില്ല, മുഖം ഇങ്ങനെ പൊത്തണ ഒരു വീഡിയോയിൽ ഒരാളുണ്ടെന്ന്. അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്, അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് പറഞ്ഞു വരുന്നത് ഇവിടെ കിട്ടിയോ. അതായത് പുള്ളിക്കാരത്തിക്ക് ഒരു ടാക്സി ഉണ്ട്, അത് ഓടാനായിട്ട് വേറൊരു ഡ്രൈവറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഡ്രൈവറിന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു എന്ന് പറയുന്ന ഒരുത്തൻ. പുള്ളിക്കാരത്തി തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അങ്ങനെ തോന്നാൻ കാരണമുണ്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണവരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാമത് ചോദിച്ചാൽ അറിയുള്ളൂ, കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവനും. അപ്പൊ ആ ഒരു സാധനമാണ് മാനുവിന് കിട്ടിയത്. എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിച്ച സമയത്ത് മാനുവിന് കിട്ടിയത്. ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. ആ ഡ്രൈവറിന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. ഈ ഡ്രൈവറിന്റെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വീട്ടിൽ വെക്കുന്ന സമയത്ത് അത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങാണ്ട് ലല്ലുവിൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ കണ്ടായിരുന്നു. അതായത് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ പെൺകുട്ടി വന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന ലല്ലുവിനെ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ലല്ലു എന്ന് പറയുന്നൊരു പേരെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും വന്ന് പറയുന്നില്ല. അന്ന് അവൻ എൻ്റെ ഫോണിൽ വിളിച്ച് എന്തൊക്കെ സംസാരിച്ചു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവൻ എന്തിന് എൻ്റെ അടുത്ത് വിളിച്ച് അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞത് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഈ യൂണിവേഴ്സ് ഇപ്പോഴെങ്കിലും അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല. കാര്യം ഒരു കാര്യമേ പറയാനുള്ളൂ, വീണ്ടും വീണ്ടും വന്നിട്ട് നിങ്ങൾ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ നിൽക്കരുത്. ഇത് നാളെ സംഭവിക്കാൻ പോകുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് വീഡിയോ ചെയ്യും. ഞങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഞങ്ങളത് പറഞ്ഞ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള രീതി. ബാക്കി വീഡിയോ ചെയ്ത ആൾക്കാരായിരിക്കും മണ്ടന്മാരാകാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.